ഹാപ്പി ബർത്ത്ഡേ. നീ നമുക്ക് എല്ലാവർക്കും സ്നേഹം കിട്ടി വെക്കുന്നുണ്ട്. അത് കാരണം ഞാനും എല്ലാവർക്കും സ്നേഹിച്ചിട്ട് നിക്കുന്നുണ്ട്. റൂമിന് പൂട്ടിയിടണോ? ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യണം. അപ്പോൾ അതെ, നമ്മുടെ അപ്പുക്കുട്ടാക്ക് ബർത്ത്ഡേ വരുന്നുണ്ടോ? ഏപ്രിൽ 22 ആണ് ബർത്ത്ഡേ. അപ്പൊ നമുക്ക് അപ്പുക്കുട്ടൊക്കെ വേണ്ടി കുഞ്ഞ് സർപ്രൈസ് പ്ലാനിങ് അല്ലേ? അപ്പൊ എല്ലാവരും കൂടി നമുക്ക് സർപ്രൈസ് പ്ലാനിങ് ഉണ്ടോ? അപ്പൊ പക്ഷെ നമുക്ക് എന്തൊക്കെ കൊടുക്കുന്നു നമുക്ക് അറിയില്ല. കാരണം അപ്പുക്കുട്ടൊക്കെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല അല്ലേ അമ്മേ? അവനൊന്നും താല്പര്യമില്ല. അവന് ഡ്രസ്സ് ഇഷ്ടമല്ല, വാച്ച് ഇഷ്ടമല്ല, ഒന്നും പ്രത്യേകിച്ച് അവനൊരു ഇഷ്ടമില്ല. അവന് പ്രത്യേകിച്ച് ഇഷ്ടം വെച്ചാൽ ഫുഡ് മാത്രമേ ഉള്ളൂ, നല്ല ഫുഡ്. വേറെ ഒന്നും ഫുഡ് പിന്നെ ഫുട്ബോൾ കളിക്കുന്ന അങ്ങനെ കാര്യങ്ങളും അപ്പുക്ക് ഇഷ്ടമാണ്. വേറെ അങ്ങനെ ഒന്നും ഇഷ്ടമല്ല. പിന്നെ നമുക്ക് വേണ്ടി എല്ലാം അപ്പു സർപ്രൈസ് കൊടുക്കും. ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ ഈ പ്രാവശ്യം നമുക്കും അപ്പുക്കുട്ട ചെറുതായിട്ട് സർപ്രൈസ് ആവും ഇല്ല അറിയില്ല കേട്ടോ. നമുക്ക് മാത്രം സർപ്രൈസ് അല്ലാതെ നമ്മൾ സർപ്രൈസ് ആയി പോകും. ചിലപ്പോ അവൻ ഏതെങ്കിലും രീതിയിലൊക്കെ അറിയുകയാണെങ്കിൽ അല്ലേ, നമ്മുടെ ചെറിയ ഐഡിയ വെച്ച് നമുക്ക് കുഞ്ഞ ഐഡിയകളുള്ളൂ. പക്ഷെ ചിലപ്പോ അപ്പുക്ക് സർപ്രൈസ് നമുക്ക് ബർത്ത്ഡേ കൊടുക്കുന്ന സമയത്ത് പറയുന്നുണ്ട് വീഡിയോ കഴിയാനൊക്കെ അറിയാണ്ടോ പറയാ. അതെ, അവനെ എങ്ങനെയൊക്കെ തപ്പി പിടിച്ച് കണ്ടുപിടിക്കും, ചിലപ്പോ അറിയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിന്റെ ഫോണിൽ ഒന്നും ഇടരുത്, അപ്പൊ തന്നെ മാറ്റിക്കോളന്ന്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് പ്ലാനിങ് ഉണ്ടോ? എൻസിക്കും അറിയില്ല. ഈ പ്രാവശ്യം എൻസിക്കും അറിയില്ല. ചില സമയത്ത് എൻസി എനിക്ക് സർപ്രൈസ് കൊടുക്കുമ്പോ എൻസി അപ്പുക്കുട്ട നല്ല അത് അപ്പു ഇവളോട് പറയുമ്പോ ഇവളും അപ്പം കൂടി ഡിസ്കസ് ചെയ്യും. നമുക്ക് അപ്പുക്ക് കൊടുക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അപ്പുക്ക് അങ്ങനെ ഒന്നും ഇഷ്ടമില്ല. അപ്പൊ അത് കാരണം ഈ പ്രാവശ്യം നമുക്ക് തട്ടുകൂട്ട് എന്തെങ്കിലും അല്ലേ? അതെ, എന്തെങ്കിലും കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ കൊടുക്കണം. അങ്ങനെ പ്ലാനിങ് വെച്ചിട്ടുണ്ടോ നോക്കാം. നമുക്ക് എല്ലാരും ആ ബർത്ത്ഡേ സർപ്രൈസ് എല്ലാരും വെയിറ്റ് ചെയ്യണം, കാണണം. എല്ലാരും ആ സമയത്ത് വിഷ് ചെയ്യണം അപ്പുക്കുട്ടൊക്കെ വേണ്ടി അല്ലേ? അതെ. അപ്പൊ അപ്പുവിനത് ഭയങ്കര സന്തോഷം. അപ്പുക്കുട്ട പുറത്ത് പോയിട്ടുണ്ട് ഫുട്ബോൾ കളിക്കുന്നതിന് വേണ്ടി. അപ്പൊ അപ്പുക്കുട്ട ഇല്ലാത്ത സമയത്ത് നമുക്ക് ഗിഫ്റ്റുകൾ പൊതിയൻകേ. അപ്പോൾ ഇന്നലെ പോയി കുറച്ച് ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ടുണ്ട്. പക്ഷെ ഗിഫ്റ്റ് ഇപ്പൊ കാണിക്കാൻ പറ്റില്ല. കാരണം ഇത് സർപ്രൈസ് ആണല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും സർപ്രൈസ് ആണ്. അമ്മ, ഞാൻ, അച്ചു, പിന്നെ എൻസി ഇപ്പോൾ ജോലിക്ക് പോകുന്നുണ്ടല്ലോ, പഠിക്കുന്നു പോകുന്നു. അപ്പോൾ എൻസിക്ക് ടൈമില്ല. അപ്പോൾ അച്ചു, അമ്മ, ഞാനും അലീന കുട്ടി, നമുക്ക് 4 പേര് ഭയങ്കര പ്ലാനിങ് അല്ലേ. സക്സസ് ആവും ഇല്ല അറിയില്ല. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പൊ ഇപ്പൊ ഒക്കെ പാക്കിങ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് 4 ഒലിപ്പിച്ച് അവിടെ തുണിക്ക് ഉള്ളില് ഒലിപ്പിച്ച് വെക്കണം. പിന്നെ 4 ഇത് നമുക്ക് മേലത്തൊക്കെ റൂമാണ് കേട്ടോ. അപ്പൊ മേലെ റൂമിൽ നമുക്ക് വീഡിയോ ഒക്കെ പിടിക്കുന്നുണ്ട്. തട്ടുകുട്ട് അതെ. ഒരു ഇത് പ്ലാനിങ് അവൾക്ക്, ഒരു പ്ലാനിങ് രണ്ട് അല്ലേ അമ്മ? അങ്ങനത്തെ നമ്മൾ എല്ലാരും സംസാരിച്ചപ്പോ അപ്പൊ കുഴപ്പമില്ല, നല്ലതാ പറയുന്നു അമ്മ. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനാണ് അപ്പുക്ക്. അപ്പൊ ഞാൻ ചിന്തിച്ചോ അപ്പൊ ഇങ്ങനെ എനിക്ക് വേണ്ടി സർപ്രൈസ് ചെയ്യുമ്പോ എന്തോ ടെൻഷൻ ഉണ്ടല്ലോ. എനിക്ക് ഈ പ്രാവശ്യം ഫസ്റ്റ് ടൈം എനിക്ക് ടെൻഷനാ. ഇങ്ങനെ നമുക്ക് അല്ലേ പ്ലാൻ ചെയ്യണം, എവിടെ എന്താ കൊടുക്കും, ഇങ്ങനെ സെറ്റാക്കും. എനിക്ക് അങ്ങനെ ഒന്നും ഐഡിയ ഇല്ലേ. അപ്പൊ ഭയങ്കര ടെൻഷന്. ഇന്നലെ രാത്രി മുതൽ ഭയങ്കര ടെൻഷനുണ്ട്. അപ്പൊ നോക്കാം, എന്തായാലും ഒപ്പിച്ചു കൊടുക്കാം. അവൻ എല്ലാവർക്കും വേണ്ടി ചെയ്യുന്നല്ലേ. Happy birthday to you. Happy birthday to you. Happy birthday Appukutta. Happy birthday to you. അപ്പൊ ഓർക്കാണ് ഇവ കുട്ടി ഫ്ലവർ കൊടുക്കുക അലച്ചങ്ങൾക്ക്. ഹാപ്പി ബർത്ത്ഡേ പറയോ? ആ മുന്നേ പുതിച്ച് പറ ഹാപ്പി ബർത്ത്ഡേ പറ. ലിപ്പൊക്കെ ഹഗ് ചെയ്യുക.
ബാക്കി കട്ട് ചെയ്യാം ടേബിളിൽ വായ ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ഡിയർ അപ്പുകുട്ട ഹാപ്പി ബർത്ത്ഡേ ടു യു ഫസ്റ്റ് എന്നെ ജനിപ്പിച്ച അമ്മയ്ക്ക് രണ്ടാമത് എന്നെ നോക്കിയ അമ്മയ്ക്ക് വളർത്തി നോക്കിയ അമ്മയ്ക്ക് ഇതെന്നെ പല്ല് കൊണ്ടുവരാ ഏണ്ടമേ കണ്ണത്തെ പുറത്ത് വരണുണ്ടല്ലോ അമ്മച്ചിക്ക് എന്റെ തലതൊട്ടമ്മയ്ക്ക് തലോട്ടമ്മയ്ക്ക് ഓക്കെ നാലാമത് എന്നെ അമ്മയെ പോലെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാള് ആ ഇത് താങ്ക് യു സുഖക്കുട്ടിയെ. അഞ്ചാമത് എന്റെ കുട്ടി അമ്മയ്ക്ക് ദേ. ഓ മൈ ഗോഡ് ദേ ആൻസിക്ക് ഗിഫ്റ്റ് അപ്പൊക്കെ ഗിഫ്റ്റ് കൊടുക്കൂ ആ ഇത് വായിച്ചു കൊടുത്തേ ആപ്പാക്ക് വായിച്ചോ Happy birthday, Appa. You have sweet dreams. Sweet dreams. Thank you so much for this love birthday guys. Oh, good girl. സോറി പ്രസവിച്ച അമ്മ വളർത്തി നാട്ടിലെ അമ്മയുടെ കയ്യിൽ ഉപേക്ഷിച്ച് പോയതാ. എങ്ങനെ ഉണ്ടായിരുന്നു 2 വയസ്സിൽ ഉപേക്ഷിച്ചിട്ട് പോയതാ. അവിടെ എന്നെ വളർത്തിയത് തീ വെച്ച് കുത്തി പിന്നെ സ്വഭാവം കൊണ്ട് അത്രയാണ് സ്വഭാവമാണ്. സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ ദീപാസം സ്ലേറ്റ് കൊടുത്തു ദീപാസം ചാറ്റിന് ദിവസം സ്ലേറ്റ് പഠിക്കണത് കമ്പനിക്കാരൻ പോയി സ്ലേറ്റ് ചാറ്റിന്റെ കയ്യിൽ ഉണ്ടാവും. പൊട്ടിക്കും ഇവന് പിറ്റേ ദിവസം വിടണ്ടേ ബുക്കൊക്കെ കീറി വലിച്ചെറിയും. എന്തോ ഒരു നല്ല കല്യാണം ഇപ്പൊ നന്നായില്ലോ. ഇപ്പൊ നന്നായി. ഇത് കാരണം പത്തിന് ചേച്ചി ചേർക്കുവന്നു. പത്തിന് ചേച്ചി ചേർക്കുവന്നു. അമ്മ എന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയിരുന്നു മനസ്സാക്ഷിയൊന്നുമില്ല. അങ്ങനെ പറയല്ലോ, ഉപേക്ഷിച്ചിട്ട് പോയെന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. വേണ്ടാതെ ഇട്ടിട്ട് പോയതല്ലല്ലോ, സാഹചര്യം. അത് തന്നെയല്ല അമ്മ മധ്യപ്രദേശിന് പോയില്ലേ. അവരെല്ലാം കുറച്ച് ഹിന്ദിയിലും പഠിച്ചു. സാരില്ലടാ. अभी तुमको क्या प्रॉब्लम? तुमको हिंदी आता है? ഹിന്ദി പഠിപ്പിക്കാൻ, ഹിന്ദി നേപ്പാളിയും പഠിപ്പിക്കാനുള്ള കെട്ടോളം ഞാൻ കൊണ്ടുവന്ന്. നീ പഠിക്കാത്ത ആരുടെ കുഴപ്പ? അപ്പൂനെ സംബന്ധിച്ച് പിന്നെ എനിക്ക് ഏറ്റവും വലിയൊരു കാര്യം ദുശീലങ്ങളൊന്നുമില്ല. അത് തന്നെ എനിക്ക് വലിയ കാര്യം ഇഷ്ടമാണ്. പിന്നെ ഞങ്ങളെയൊക്കെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്, നമ്മളെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒരമ്മ എന്നുള്ള നിലയ്ക്ക് എനിക്ക് സന്തോഷവും അഭിമാനമുണ്ട്. സന്തോഷം സന്തോഷമല്ല സന്തോഷം. എനക്ക് വേറെ പെണ്ണുങ്ങളെ നോക്കത്തില്ല, അത് ഞാൻ സമ്മതിക്കൂല. നീ നമുക്ക് എല്ലാവർക്കും സ്നേഹം കിട്ടി വെക്കുന്നുണ്ട്. അപ്പൊ അത് കാരണം ഞാനും എല്ലാവർക്കും സ്നേഹിച്ചിട്ട് ഇങ്ങനെ നിക്കുന്നുണ്ട്. മെയിന് നീ ആണല്ലോ നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് നോക്കുന്നുണ്ട്. ചില സമയത്ത് 5 പെണ്ണുങ്ങളുണ്ട്, ഞാനുണ്ട്. നീ എല്ലാവരും ബേക്കണം അല്ലേ? ഇപ്പൊ നീ നല്ലതായിട്ട് അല്ലാണ്ട് നീ ഇങ്ങനെ തോന്നി പോലെ നടക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ സോനവും ചിലപ്പോ ഞങ്ങളെ ഇത് അവക്കും ആ ഒരു ടെൻഷനില് കുടുംബത്തിൽ ഒച്ചപ്പാടും ബഹളവും അങ്ങനത്തെ ഒരു ഇത് വരുന്നതിന്. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. നീ നല്ലതായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇവളും എല്ലാവരെയും നന്നായിട്ട് നീ കെയർ ചെയ്ത് കാണിച്ചത് കൊണ്ട് നീ ഞങ്ങളെല്ലാവരും നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ അത് കണ്ടിട്ടാണ് ഇവള് നിൽക്കുന്നത്. അപ്പൊ അവളും എല്ലാവരെയും നന്നായിട്ട് സ്നേഹിച്ച് അവളുടെ ഫാമിലി പോലെ തന്നെ നമ്മളെ കാണുന്നു. അപ്പൊ ദേ വൈകിട്ട് നമുക്ക് അപ്പുകുട്ടയ്ക്ക് വേണ്ടി ചെറുതായിട്ട് സർപ്രൈസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അവിടെ പോയി നമുക്ക് കാണാട്ടോ. അപ്പുകുട്ട സർപ്രൈസ് ആവോ ഇഷ്ടപ്പെട്ടോ ഒന്നും അറിയില്ല, നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ വെച്ച് അപ്പുകുട്ടയ്ക്ക് നമുക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ച് ചെയർ സെറ്റ് ചെയ്തിട്ടുണ്ടോ.
നമുക്ക് ഫുഡ് കഴിക്കുന്ന പരിപാടി അവിടെ പിന്നെ ഇത് സ്വിമ്മിംഗ് പൂളുണ്ടോ നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് സ്റ്റേ ചെയ്യാം അടിച്ച് പൊളിക്കാം പക്ഷെ നമുക്ക് സ്റ്റേ ഇന്നും ഇല്ല ഇതേ 2 പിള്ളേർ വന്നിട്ടുണ്ടോ ഇതെനക്ക് അച്ചു റെഡിയാണോ നീ റെഡിയാണോ അപ്പോൾ ചേട്ടാക്ക് വേണ്ടി പൊളിക്കുക അല്ലേ അപ്പോൾ നമ്മുടെ ഉദ്ദേശം വണ്ടിയിൽ ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്ത് കാണിച്ച് കൊടുക്കുക അല്ലേ അപ്പോൾ ചേട്ടാക്ക് പേര് നൗഷാദ് അല്ലേ അപ്പോൾ ഈ ചേട്ടൻ ആണ് നമ്മുടെ ഇതേ റിസോർട്ട് ഒക്കെ പരിപാടികളിൽ ചേട്ടൻ നോക്കും അപ്പോൾ ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ ചേട്ടൊക്കെ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ ഈ 2 പേര് പോറാ വേഗം വേഗം ചെയ്യ് പെട്ടെന്ന് സമയം പോവും റെഡിയാക്കി വെച്ചിട്ടുണ്ടോ ഞാനത് റെഡ് ബലൂൺ ഉണ്ട് പിന്നെ മറ്റേ ഗോൾഡൻ ബലൂണും ഉണ്ട് കേട്ടോ റെഡ് കുറച്ച് കുറവുണ്ട് ഫൈനലി വാവ് പൊളിയാ പൊളി 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 ഓ അടിപൊളി ഇന്ന് കുറച്ചുകൂടി ബാക്കിൽ ബലൂൺസ് ഒക്കെ ഇടണം പക്ഷെ ബലൂണൊക്കെ പൊട്ടി പോകണമുണ്ട് പിടിപിടി ബലൂൺ പൊത്തിയരോ പൊട്ടി പോകണുണ്ട് വാട്ട് ബ്യൂട്ടിഫുൾ പക്ഷേ അതെ ഈ 2 പേര് നിഖിലും ലവ് ഉണ്ടാക്കി നിഖില് ഡെക്കറേഷൻ ചെയ്ത 2 പേര് ബലൂൺ ഉണ്ടാക്കി ഞാൻ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ എൻ്റെ ദൈവമേ ഞാൻ ഫസ്റ്റ് ടൈം അപ്പക്കുട്ടൊക്കെ ഇങ്ങനത്തെ സർപ്രൈസ് കൊടുക്കുന്നുണ്ട് സർപ്രൈസ് വീട്ടിൽ തന്നെ അല്ലേ ഡാ പക്ഷേ ഇങ്ങനത്തെ ഫസ്റ്റ് ടൈം പുറത്തു ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുന്നുണ്ട് ഞാൻ ദൈവത്തെ പ്രാർത്ഥിക്കുന്നുണ്ട് മഴ പെയ്യണ്ട അപ്പം നമുക്ക് എല്ലാവർക്കും രാത്രി കാണാം നമുക്ക് അപ്പുക്കുട്ടൊക്കെ സർപ്രൈസ്ക്ക് വേണ്ടി കൊണ്ടുപോവാം അല്ലേ അയ്യോ നീയോ ചിരിച്ച് അവസാനായി രാവിലെ തൊട്ട് നേരത്തെ ഫോൺ വിളിച്ചു ഇത് ചേട്ടനാണ് ഫോൺ വിളിച്ചത് ജോമൻ ചേട്ടൻ ചേട്ടൻ എന്റെ ഫോൺ തന്നില്ല അത് പറയാ എപ്പോഴാ പരിപാടി എന്ത് പരിപാടി നീയാണോ അത് പോട്ടെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇവരുടെ ഫോണിൽ കോള് തന്നെ ആ കോള് എന്നോട് എടുക്കാൻ എന്റെ പൊന്നെ അപ്പൊ നമുക്ക് അല്ലേ അപ്പൊ എല്ലാരും റെഡി ആയിട്ടുണ്ട് അപ്പൊ ലെറ്റ്സ് ഗോ അല്ലെ ചുന്ദരിക്ക് ഡ്രസ് നോക്കട്ടെ കുട്ടിയുടെ സർപ്രൈസ് കാണാൻ പോണ് അതായത് ഈ സർപ്രൈസ് ഇങ്ങനെ മലർത്തിയടിക്കുന്ന സർപ്രൈസ് ഉണ്ടാവോ നോക്കട്ടെ ഞാൻ ഇത് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ പോണുണ്ട് കേട്ടോ എന്റെ വൈഫിന്റെ കഷ്ടപ്പാട് കണ്ടു അയ്യോ എന്റെ വൈഫിന്റെ കഷ്ടപ്പാട് കണ്ടോ ഓ അടിപൊളിയാണല്ലോ ചേട്ടാ രാവിലെ നീ എന്നോട് കളിയുണ്ടോന്ന് ചോദിച്ചില്ലെന്ന് അപ്പഴേ എനിക്ക് കത്തി അല്ല രണ്ട് കെട്ടിപ്പിടുത്തം ഇല്ലെന്ന് പറഞ്ഞപ്പോ അത് പോട്ടെ അതാണ് അവിടെയാണ് നമ്മുടെ ഒരു ഇത് നമ്മൾ നീറ്റായും അതിന്റെ ഇത് ചെയ്യണം ബിഹേവിയനെസ്സിൽ കണ്ടുപിടിക്കും ചുന്ദരി അതെന്താ ഞാൻ കരയില്ല നീ കള്ളക്കണ്ണിട്ടോ ഒന്നും കണ്ണ് കാണാൻ പാടില്ല കേട്ടോ ഓക്കെ മാഡം നീ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നീ വേണമെങ്കിൽ കണ്ണുറന്ന് നോക്കും ഇല്ല അമ്മ റൂമിൽ ഇടുന്നു അപ്പൊ നമുക്ക് സ്ഥലമായിട്ട് റൂമിൽ പൂട്ടിയിടണവനാ കല്ലൊന്നുമില്ല അതൊന്നും ചെയ്യില്ല ഏയ് കല്ലും മുള്ളൊന്നുമില്ല പൊക്കോ എന്റെ അമ്മച്ചി ഈ സാധനം ചെയ്യും ഇവിടെ ഇവിടെ അവിടെ നിക്കട്ടോ എത്ര നേരം കുറെ നേരം ഇരിക്കണോ ഏയ് കുറച്ചു നേരം നിക്കണം എന്നെ വിശ്വാസം എനിക്ക് അമ്മനെ കണ്ടോടാ നിനക്ക് അമ്മേനെ വിശ്വാസം അടി അങ്ങനെ And I find myself wondering what did happen to the last 10. I ran away with my life, fast forward, never turn back again. It's kind of funny that the more we pass time, the more we need to set the rewind. And 19 was the year I had to leave you, but now I'm seeing all the signs. Is this really happening?
അപ്പോൾ ഇത് ആണ് നമുക്ക് അപ്പുക്കുട്ടൊക്കെ വേണ്ടി സർപ്രൈസ് വെച്ചിട്ടുണ്ട്. ഞാനും പിന്നെ എല്ലാവരും അച്ഛനും നിഖിൽ കഷ്ടപ്പെട്ട ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം അപ്പുക്കുട്ടൊക്കെ ഇഷ്ടപ്പെട്ടു ഇല്ല അറിയില്ല അല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? നല്ലതാണോ ഗൈസ്? നമുക്ക് അപ്പുക്കുട്ട നടണം. Life lessons come one in a dozen. The other 11 give something from nothing. I sit looking for an answer. Maybe the biggest question. പേടിക്കണ്ട. 1 You 2 so I have today. Without you, I never could have moved away. But now I see 1 2 3 go. always should have stayed. Happy birthday to you. Happy birthday to you. Happy birthday to you. എനിക്ക് ഫസ്റ്റ് സന്തോഷായി. സന്തോഷായിടാ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഏതാ ഫ്രണ്ട്സ്? ആദ്യമായിട്ടോ അത് വരും, അതുകൊണ്ട് സന്തോഷം. പിന്നെന്തുവാ अब केक कट से लो. ले चलिए पुण्य से. Who's that guy? അത് ഞാനാണ് ചെറുപ്പത്തിലെ. അതൊന്നും പിന്നെ വ്ലോഗില് കിട്ടും. അത് കുഴപ്പമൊന്നുമില്ല. Happy birthday dear അപ്പുക്കുട്ടാ. Thank you. Happy birthday. എന്റെ എല്ലാ ചീത്ത കാര്യങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും കൂട്ടു നിൽക്കുന്ന എന്റെ ചേട്ടയ്ക്ക് ഞാൻ ചീത്ത വഴിയിലോട്ട് പോകുമ്പോ എന്നെ പിന്തിരിപ്പിക്കുന്ന എനിക്ക് ജനിക്കാതെ പോയ ചേച്ചി എന്റെ ശത്രുവാണ്. ജനിച്ചോടെ പറഞ്ഞ ശത്രു. ടീഷർട്ട് മാറ്റട്ടെ ഞാൻ. At 29 and I find myself wondering what did happen to the last 10. I ran away with my life, fast forward, never turn back again. It's kind of funny that the more we pass time, the more we need to set them rewind. And I didn't think you ever had to leave, but now I'm seeing all the signs. Is this really happening? I can't. മെസ്സിടാ താങ്ക് യു. എന്താ പഠിക്കടാ ദൈവമേ സാലറി കൂടി തരില്ലട്ടാ. എനിക്കറിയാം ഇവർക്ക് കൊടുത്ത പോലെ പാവം. നീ നോക്കി ചേർന്നോ? ഏതാ പുന്നൂസേ ആപ്പ കൊടുത്തു. പൊന്നൂസിന്റെ ഗിഫ്റ്റാണോ? മനസ്സിലാണോ? ആ താങ്ക് യു. അത് Lessons come one in a dozen. The other 11 give something from nothing. I'll sit here looking for an answer. Maybe the biggest question was in the past. മാനേജറെ Be the soul today. പിടിക്കേ വേഗം. in a dozen. The other 11 give something from nothing. Love lessons come one in a dozen. The other 11 give something from nothing. Love lessons come one in a dozen. The other 11 give something from nothing. Life changes, just open the door. One thing certain, they always leave. Is this
ബൈ ചേച്ചി, വന്നപ്പോ സന്തോഷം. താങ്ക് യു. വന്നല്ലോ, താങ്ക് യു. ഇവന്റെ കല്യാണമാണ് നാളെ സൂപ്പർ ആയിരുന്നു, പൊളിച്ചു തകർത്തു തീർത്തു. മെയ് 13th May 13th. അത് ആലപ്പുഴ. അതെ. പരിപാടി സൂപ്പർ ആയിരുന്നു, അടിപൊളിയായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ, പൊളിച്ചു. പോവാം. ഓക്കെ കിട്ടി. താങ്ക് യു സോ മച്ച്. മൈ ഫ്രണ്ടിനെ വിളിച്ചത് എന്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഫ്രണ്ട്സ് വന്നത്. കുറച്ച് ബാക്ക് പോക്കോ. ഫ്രണ്ട്സ് വന്നുള്ള മദ്യപാനം ആരോഗ്യത്തിന് ഫുട്ബോൾ പ്ലേസ് കുടിക്കില്ല. അല്ല അപ്പൊ നീ അല്ലേ പറഞ്ഞു ബിയറില്ല? അല്ല വേറല്ല, മറ്റേ ഇത് എന്താ സെവനപ്പ് പെപ്സിയൊക്കെ മേടിച്ചൊക്കെ ഉണ്ടായിരുന്ന ടെൻഷൻ അത് നമുക്കറിയില്ല, നാളെ പോയി മേടിച്ചോ. നമുക്കതിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ സോയ്ക്കുട്ടി ചക്കരം മോളെ താങ്ക് യു സോ മച്ച്. അതൊരു സർപ്രൈസ്, വെരി ബ്യൂട്ടിഫുൾ സർപ്രൈസ്. എനിക്ക് ഇഷ്ടമായി. ഞാൻ സത്യം പറഞ്ഞാൽ അതിലോട്ട് നോക്കിയില്ല. അവളോട് അറേഞ്ച് ചെയ്ത സാധനം ശ്രദ്ധിച്ചില്ല. ഫ്രണ്ട്സ് ഒന്നും ഷോക്കായി പോയി. നോക്കണല്ലടാ, നമുക്ക് ഇഷ്ടപ്പെട്ട, ഞാൻ നിനക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ നീ നോക്കണമല്ലേ. അതാണ് അത് മൂല്യം. ഫ്രണ്ട്സ്, എൻ്റെ ഫുട്ബോൾ പ്ലേയേഴ്സ്, കളിക്കുന്ന ആൾക്കാർ വന്നപ്പോൾ നമുക്ക് സന്തോഷമായി. ഓക്കെ, മനസ്സിലായി സോയ്ക്കുട്ടിയെ? എല്ലാവർക്കും ഗുഡ് നൈറ്റ്. വൺസ് അഗൈൻ ഹാപ്പി ബർത്ത്ഡേ ടു യു മാപ്പുക്കുട്ട. താങ്ക് യു സോ മച്ച്. 34 ആയി. കൂട്ടാൻ കുറെ സഹായിച്ചു. ഞാൻ കുറ്റ കൂടെ കുറെ ഗിഫ്റ്റ് മേടിക്കുന്നൊക്കെ വേണ്ടി പോയി. ഇവിടെ വരണു, അവിടെ അത് എനിക്ക് എല്ലാം മനസ്സിലാവുന്നു. ഈ ചെറുക്ക ഫുട്ബോൾക്ക് എല്ലാവർക്കും വിളിച്ച് തന്നു. ഇങ്ങനെ വേണം ബ്രദേഴ്സ്മാര്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ ബൈ. ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യാൻ മറക്കല്ലിട്ട്. അപ്പൊ കൂടെ ഹാപ്പി ബർത്ത്ഡേ. ഇങ്ങനെ ആണ്, നല്ല ആണോ പറയുന്നു കേട്ടോ. എല്ലാരും ഓക്കെടാ, താങ്ക് യു പുള്ളി നെക്കടാനുള്ള. താങ്ക് യു. ഡ്രസ് മാറ്. പൊന്നിസ് നോക്കിപ്പോ വണ്ടി. ബൈ പറ. താങ്ക് യു പറ. ഓക്കെ, ശരി ശരിടാ. ഓക്കെടാ. പൊന്നിസ വണ്ടിയുടെ ഫ്രണ്ടിൽ കൂടെ വരരുത് കേട്ടോ. Happy birthday, Alexandra. May God bless you. We love you. From Kalimpong, we love you. Happy birthday, we love you.